കൊല്ലം കുരീപ്പുഴയിൽ നിർത്തിയിട്ട മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. ബോട്ടുകൾ പൂർണ്ണമായും കത്തിയമർന്നു. ഇന്ന് പുലർച്ചെ 1:30 തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ ദുരൂഹത ആരോപിച്ച ബോട്ടുടമകൾ രംഗത്തെത്തി സ്ഥലത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദിലീപ് ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, നമ്മൾ തുടക്കം മുതൽ തന്നെ അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. എത്രത്തോളം വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ ഏകദേശം തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്തിയ ബോട്ട് ഉടമകളുടെയും ജീവനക്കാരുടെയും ഒക്കെ പ്രതികരണങ്ങളാണ് ഏറെ ശ്രദ്ധേയമെന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ അങ്ങനെ തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. ആരെങ്കിലും മനഃപൂർവ്വമായി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് അവർക്ക് ഉള്ളത്. അവരെ സംബന്ധിച്ച് അവരുടെ ഉപജീവന മാർഗമാണ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. എന്തൊക്കെ സംശയങ്ങളാണ് ഈ ബോട്ട് ഉടമകൾക്കടക്കം നിലവിലുള്ളത്? സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് അവരുടെ ആവശ്യം, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഒരിക്കൽ പോലും തീപിടുത്തത്തിനുള്ളൊരു സാധ്യത ഇല്ല. കാരണം 2.5 വർഷത്തിലധികമായി ഇവിടെ ബോട്ട് നിർത്തിയിടുന്നുണ്ട്. ഒരിക്കൽ പോലും തീ പിടിക്കാനുള്ള സാധ്യത ഇല്ല. കാരണം എല്ലാ സുരക്ഷയോടു കൂടെ തന്നെയാണ് ബോട്ട് ഇവിടെ നിർത്തിയിടുകയും ചെയ്യുക. അങ്ങനെ എല്ലാ സുരക്ഷയോട് നിർത്തിയിട്ട് ഒരു പകൽ കഴിഞ്ഞതിന് ശേഷം രാത്രി എങ്ങനെ തീ പിടിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് ഈ ബോട്ട് ഉടമയാണ് ചോദിക്കുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ചത് ബോട്ട് ഉടമ ആന്റണിയാണ്. ആന്റണി പറയുന്നത് ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം, ഇതിൽ പല ആളുകളെയും സംശയമുണ്ടെന്നടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കളക്ടർ എൻ ദേവിദാസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് ആ ബോട്ട് ഉടമകളുമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യും. എന്തായാലും പല ആളുകളടക്കം ചോദിച്ചതിന് ശേഷം, അതായത് ബോട്ട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അടക്കം സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ബോട്ട് ഉടമകളോടും ഒപ്പം ഇവിടെയുള്ള ആളുകളടക്കം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും ഒരു മറുപടിയിലേക്ക് എത്തുക. എന്തായാലും സാറേ, ഇപ്പോൾ ഏതാണ്ട് രാത്രി 2 മണിയോട് കൂടിയിട്ട് തീപിടുത്തം കണ്ടു. ഇവിടെയുള്ള ഇവിടെ ഈ പരിസരത്തുള്ള ഒരു റോബർട്ട് അദ്ദേഹമാണ് ഇത് കണ്ടത്. ഏതാണ്ട് 10ഓളം ബോട്ടുകൾ തീപിടിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ തീ പടരുന്നതിന് മുമ്പ് തന്നെ സ്ഥലവാസികളും റോബർട്ടും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടിയിട്ട് അത് പടരുന്നത് തടസ്സപ്പെടുത്തി ബാക്കി 10ഓളം ബോട്ടുകളാണ് തീപിടിച്ചിരിക്കുന്നത്. അതിൽ നീണ്ടകര സ്വദേശി ഒരു ലോറൻസിൻ്റെ ബോട്ടുണ്ട്. ബാക്കി 9 ബോട്ടുകൾ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളായിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഈ ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ മത്സ്യബന്ധനമൊക്കെ നിർത്തിയിട്ട് പോയതാണ്. അതാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. സമാനമായ ബോട്ടുകളിൽ നിന്നും ഈ ഗ്യാസ് സിലിണ്ടറും മറ്റുമൊക്കെ പൊട്ടിത്തെറിച്ചതായി പറയാം. അപ്പോൾ ഇവർ പോകുമ്പോൾ ഇതിനൊന്ന് സേഫാക്കി വെക്കാത്തതാണ് കാര്യം. ഇതിന് ഒരാഴ്ച മുമ്പാണ് മുക്കാടും സമാന രീതിയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തത്. അത്തരത്തിലൊരു പരിശോധനയുടെ ആവശ്യമുണ്ടോ ഇനിയിപ്പോൾ? അല്ല, ഇനിയിപ്പോൾ ആ ഒരു പരിശോധന നടത്തേണ്ടി വരും. കാരണം ഇവിടെ സിലിണ്ടറിൽ അവരെല്ലാവരും ഈ 2-3 ദിവസം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് ഈ സിലിണ്ടറുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. ബോട്ടുടമകളടക്കം ഇതിലൊരു ദുരൂഹത പറയുന്നുണ്ട്. ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവില്ല, അല്ലേ? അത് അന്വേഷണം എന്തായാലും നടത്തും. കാരണം വലിയ നാശനഷ്ടമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. വലിയ നാശനഷ്ടം. കാരണമൊന്നും പറയാറായിട്ടില്ലല്ലോ. തീർച്ചയായും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് DD ഉണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ കണക്കുകൾ എടുക്കും. അതിൻ്റെ തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണമുണ്ട്. ഇപ്പോൾ ഈ ഒരാൾ പറഞ്ഞത് തീയിട്ടതാണോ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ഇനി പെട്രോളിംഗ് കൂടെ ഏർപ്പാടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അല്ല, ഇനിയൊരു നിരീക്ഷണം നടത്തേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടുണ്ടാകും. നിരീക്ഷണം നടത്തേണ്ടി വരും. എന്തായാലും കലക്ടർ പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, ഇത്തരം ബോട്ടുകൾ നിർത്തിയിടുന്ന സ്ഥലത്ത് ഒരു നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറയുകയും ചെയ്ത്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അടക്കം സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കിരൺ നാരായണൻ അടക്കം ആ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഓരോ ബോട്ട് ഉടമകളുടെടുത്തും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബോട്ട് ഉടമകളെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ദുരൂഹത കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു തരത്തിൽ പോലും ഇവിടെ ബോട്ടിന് തീ പിടിക്കാനുള്ള സാധ്യത. ഇവിടെ ബോട്ട് ചേട്ടനുണ്ടോ? ഇവിടെ ആ ബോട്ടുകൾ നിർത്തിയിടാറുണ്ട്. അങ്ങനെ ബോട്ട് നിർത്തിയിടുന്ന സാഹചര്യത്തിൽ ഈ തീ പിടിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. പിന്നെ എങ്ങനെ ഈ വലിയ ദുരന്തം ഉണ്ടായി എന്നതാണ് അവിടെ അവശേഷിക്കുന്ന വലിയ ചോദ്യം. അത് കണ്ടെത്തേണ്ടതുണ്ട്. സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ബോട്ട് ഉടമകളും ജീവനക്കാരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം. എന്തായാലും ബന്ധപ്പെട്ട അധികാരികളും അധികൃതരും ഒക്കെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ പ്രാഥമികമായുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളപായം ഇല്ല എന്നുള്ളതാണ് വലിയ ആശ്വാസം. എന്നാൽ തന്നെയും വലിയ
കോടികളുടെ നാശനഷ്ടം ഈ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ചിരിക്കുന്നു.